സ്വന്തം മക്കളെക്കാൾ കൂടുതൽ അമ്മ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അമ്മ ഈ മകന് വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ഞാൻ നിലകൊള്ളേണ്ടത്? അതെ, ഞാനാണ് രാഹുലിനും രശ്മിയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അവരെന്റെ സഹോദരങ്ങളാണ്. അവർക്ക് ഒരു കുറവും വരുത്താൻ പാടില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഈ സ്വത്തുക്കൾ എങ്ങനെ ഭാഗം ചെയ്യും? നീ എന്നെ വിട്ട് പോയില്ലേ ഗൗരി? എന്നെ വളർത്തിയതിന് അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ വിട്ടുവീഴ്ചകൾക്ക് ഞാൻ തയ്യാറാവേണ്ടി വരുമോ? നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ലല്ലോ ഗൗരി. മോളെ, അച്ഛൻ മോളോടൊരു കാര്യം പറയാനായിട്ട് വന്നത്. അപ്പോഴേക്കും മോൾ ഉറങ്ങിയല്ലോ. അച്ഛൻ ഒരു തീരുമാനം എടുക്കുകയാണ്. മോൾ അച്ഛനോട് ക്ഷമിക്കണം. അമ്മേ, ആ മോൻ പോവാൻ റെഡിയായോ? ആ, ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? മഹിയേട്ടൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് മഹിയേട്ടനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടല്ലോ. പുതിയ തീരുമാനമൊന്നുമല്ല, എപ്പോഴായാലും ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനമാണത്. ആ ശ്രേയ, നമ്മുടെ വിവാഹം നടക്കുന്നതിന് നിന്നോട് ഞാൻ 2 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ഇനി അതില് ഒരു കണ്ടീഷനാണല്ലോ ബാക്കിയാവുന്നത്. ആ കണ്ടീഷൻ ഞാൻ പിൻവലിക്കുന്നു. ആ കണ്ടീഷൻ നടപ്പാകും വരെ കാത്തിരിക്കണ്ട. ഉടൻ തന്നെ നമ്മുടെ വിവാഹം നടത്താം. അതാണ് മഹിയേട്ടന്റെ സന്തോഷമെങ്കില് അത് നടക്കട്ടെ. പക്ഷെ മഹിയേട്ടന് ഈ വിവാഹത്തില് സന്തോഷമില്ലല്ലോ.
മോതിരം മാറിയപ്പോ അങ്ങനെയാണല്ലോ തോന്നിയത്. പിന്നെന്തിനാ മഹിയേട്ടൻ ഈ കല്യാണത്തിന് തയ്യാറാവുന്നേ? നീ എന്താ പെട്ടെന്ന് ഈ കണ്ടീഷൻ പിൻവലിച്ചത്? അമ്മയുടെ മക്കൾക്ക് വേണ്ടി എന്റെ സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നതിന് വിൽപ്പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ക്ലോസ് അമ്മയ്ക്കും അറിയാവല്ലോ. ഞാൻ വിവാഹത്തിനാവാതെ എങ്ങനെ സ്വത്തുക്കൾ ഭാഗം ചെയ്യും? ഞാൻ കാരണം എന്റെ സഹോദരങ്ങളൊന്നുമില്ലാത്തവരാവരുത്. ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നത് ഇവളെയല്ലേ. ഞാൻ പറയുന്നത് ഇവളെ അനുസരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വത്തുക്കൾ ഭാഗം ചെയ്യാനാണ് ഞാൻ ശ്രേയയ്ക്ക് നൽകിയ കണ്ടീഷൻ പിൻവലിക്കുന്നത്. അത് വേണ്ട മഹിയേട്ട. ആ കണ്ടീഷൻ മഹിയേട്ടൻ പിൻവലിച്ചിട്ട് ഈ കല്യാണം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാളൂട്ടി എന്നെ എപ്പോ അമ്മയായിട്ട് അംഗീകരിക്കുന്നോ അപ്പൊ ഈ കല്യാണം നടന്നാ മതി. മാളൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രേയച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് തൽക്കാലം മഹിയേട്ടന്റെ കല്യാണം നടക്കില്ല. ഇവർക്കിടയിൽ എന്താ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മഹി, നീയും ഇവളും തമ്മിലുള്ള കല്യാണം നടന്നു കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. കല്യാണം നടന്നാലും സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്ന കാര്യം നീ ഒന്നുകൂടി ആലോചിക്കണം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. സമയമാവട്ടെ. മഹിയേട്ടന്റെ മനസ്സ് എത്ര വിശാല. ഈ വീട്ടിലുള്ള ഓരോരുത്തർക്കും മഹിയേട്ടൻ കൊടുക്കുന്ന കരുതലും സ്നേഹവും കാണുമ്പോഴേ അറിയാം അതെല്ലാം. ഞാൻ ഇറങ്ങുന്നു. എടാ രാഹുലേ, ശ്രേയ ഈ കല്യാണം പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നവളാ. അവൾ കാര്യത്തോടെ അടുത്തപ്പോൾ മലക്കം മറിഞ്ഞത് എന്തിനായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? പോയി അവളോട് ചോദിക്കും. എന്നെ ജീവിക്കാൻ ആരും സമ്മതിക്കില്ല. ശ്രീ മഹേശ്വര, മഹിയേട്ടന്റെ മുഖത്ത് ഞാൻ സന്തോഷം കണ്ടു. കല്യാണം ഉടനെ വേണ്ടെന്ന് ശ്രേയച്ചി പറഞ്ഞപ്പോഴാ മഹിയേട്ടന് സന്തോഷായത്. അപ്പോ ഈ കല്യാണം മഹിയേട്ടന് താല്പര്യമില്ലാതെയാണല്ലോ ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ. മാളൂട്ടി ശ്രേയച്ചയെ അമ്മയായി അംഗീകരിച്ചിട്ട് മതി കല്യാണം എന്നല്ലേ പറഞ്ഞത്? മഹിയേട്ടനും മാളൂട്ടിയും തമ്മിൽ സ്നേഹത്തിലായ ശ്രേയച്ചയെ മാളൂട്ടി അമ്മയായിട്ട് അംഗീകരിക്കുമല്ലോ. അപ്പോ മഹിയേട്ടന് ഇഷ്ടമല്ലാത്ത ഈ കല്യാണം നടക്കുകയും ചെയ്യും. ശ്രീ മഹേശ്വര, എന്തു ചെയ്യും? വിവാഹം നടന്നോട്ടെ, എന്നാലും സാരില്ല. മാളൂട്ടി മഹിയേട്ടനും നല്ല സ്നേഹത്തിലാവണം. മാളൂട്ടിയുടെ തെറ്റിദ്ധാരണ മാറി മഹിയേട്ടനുമായിട്ട് അവളെ ഒന്നിപ്പിക്കാൻ ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ. സിമേച്ചി, ചേച്ചി നല്ല തിരക്കിലാണല്ലോ. അടുക്കളയിൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ടേ? നിന്നോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. മഹിയേട്ടനെ സന്തോഷിപ്പിക്കാൻ മഹിയേട്ടന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ? സീമേച്ചി എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നേ? ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, അത് അറിഞ്ഞുകൊണ്ടുള്ള ആരുമല്ലേ ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂ. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? നീ അത് അറിഞ്ഞിട്ട് എന്തിനാ? എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. നിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാലേ എനിക്ക് ഇവിടെ ഉള്ളവരുടെ വഴക്ക് കേൾക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അറിയില്ലെങ്കിലും മഹിയേട്ടന്റെ ഇഷ്ടം എനിക്കറിയാം. നീ എന്താ ആലോചിക്കുന്നത്? മഹിയേട്ടൻ ഉച്ചഭക്ഷണം കഴിക്കാൻ എപ്പോഴാ വരുന്നെന്നറിയാമോ? നീ എന്തിനാ അതറിയുന്നത്? ചേച്ചിയുടെ മുഖത്ത് ഗൗരവം വന്നാ കാണാൻ ഒരു ചേലുമില്ല. ചേച്ചി പുഞ്ചിരിക്കുമ്പോഴാ കൂടുതൽ സുന്ദരി. അല്ല സീമേച്ചി, മഹിയേട്ടൻ എപ്പോഴാ ഊണ് കഴിക്കാൻ വരുന്നത്? മഹിസാർ ഊണ് കഴിക്കാൻ ഇവിടെ വരാറില്ല. ഓഫീസിൽ തന്നെ ഉച്ചഭക്ഷണം.
ഹോട്ടൽ ഭക്ഷണമാണോ മഹിയേട്ടൻ കഴിക്കുന്നത്? തിരക്കിനിടയിൽ പിന്നെ എന്ത് ചെയ്യും? ഇവിടുന്ന് മഹിയേട്ടന് ഉച്ചഭക്ഷണം കൊടുത്തു വിടാറില്ലേ? കൊടുത്തു വിടാൻ ശ്രമിച്ചാലും മഹിസാർ കൊണ്ടുപോവില്ല. മഹിസാറിന് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ആ പതിവ് ഇവിടെ ഇല്ല. ഇന്ന് മഹിയേട്ടന് ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ? നാട്ടിലെ രുചികള് മഹിയേട്ടന്റെ നാവിൽ ഇപ്പോഴും ഉണ്ടാവും. ഇന്ന് മഹിയേട്ടന് ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നല്ലൊരു അവസരം അമ്മ നഷ്ടപ്പെടുത്തിയത്. എന്താ നല്ല അവസരം? മഹിയേട്ടൻ ശ്രേയയ്ക്ക് മുമ്പിൽ വെച്ച കണ്ടീഷൻ പിൻവലിച്ച് കല്യാണത്തിന് തയ്യാറായി വന്നപ്പോ അമ്മ എന്താ മിണ്ടാതിരുന്നത്? അപ്പൊ തന്നെ കല്യാണം നടത്താൻ സമ്മതിക്കണമായിരുന്നു. ഞാനല്ലല്ലോ സമ്മതിക്കാത്തത്. ശ്രേയ കല്യാണം ഉടനെ വേണ്ടാന്ന് പറഞ്ഞത്. ശ്രേയയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. കല്യാണം നടന്ന മഹിയേട്ടൻ സ്വത്ത് ഭാഗം ചെയ്യുമെന്ന് അവൾക്കറിയാം. നിങ്ങൾക്ക് ഇവിടുത്തെ സ്വത്തുക്കളെ കുറിച്ചാണോ ചിന്ത? ഞങ്ങൾക്കും എന്തെങ്കിലും വേണ്ടേ? ഞങ്ങളുടെ അമ്മ കൈലാസത്തിൽ വിശ്വനാഥനെ കല്യാണം കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? നിർത്തടാ. ആദ്യം നീയൊക്കെ സ്നേഹിക്കാൻ പഠിക്ക. അത് കഴിഞ്ഞ് സ്വത്തിനെ കുറിച്ച് ചിന്തിക്ക. ഇനി ഇതുപോലുള്ള വർത്താനം നിന്നിൽ നിന്നുണ്ടായാൽ ഒടിച്ച് പല്ലു ഞാൻ കൊഴിക്കും. അവരെ എന്തിനാ നീ വഴക്കുറയുന്നത്? ഇവർക്കും ഇവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളില്ലേ? അതിന് ഇവരെ തെറ്റു പറയാനാവില്ല. എന്താ ഇപ്പൊ നിങ്ങളുടെ ആവശ്യം? സ്വത്ത് ഭാഗം ചെയ്യുന്ന കാര്യം ഉടനെ നടക്കില്ലല്ലോ. ആ സ്ഥിതിക്ക് രാഹുലിനെ കൂടി മഹിയേട്ടന്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തണം. അത് നടക്കുന്ന കാര്യമല്ല. എന്നാ പിന്നെ ഞങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാം. അതിനുള്ള സഹായം ചെയ്തു തരണം. നിങ്ങളിപ്പോ പുതിയ ബിസിനസ് തുടങ്ങേണ്ട കാര്യമില്ല. മഹി ഈ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവൻ നിങ്ങളെ മാത്രമല്ല എന്റെ ആങ്ങളയുടെ ഭാര്യയും മകളെയും കൂടി സംരക്ഷിക്കുന്നുണ്ട്. അവന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥരാ നിങ്ങള്. നിങ്ങൾ കാത്തിരിക്കുന്നത് മഹിയുടെ സ്വത്ത് കിട്ടാനാ. അവന്റെ വിഷമങ്ങൾ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാ? അവനോട് സ്നേഹം തോന്നിയാലല്ലേ അവന്റെ വിഷമങ്ങൾ അറിയാനാവൂ. അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ടല്ലോ. മഹിയോടുള്ള അമ്മയുടെ സ്നേഹത്തിന്റെ പാതിയെങ്കിലും ഞങ്ങളോട് കാണിച്ചിട്ടുണ്ടോ? അമ്മ എപ്പോഴും മഹേട്ടന്റെ കാര്യം മാത്രം ചിന്തിച്ച് നടന്നോ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഞങ്ങൾ അമ്മയുടെ സ്വന്തം മക്കളല്ലേ? മതി, നിർത്ത. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. മഹിയും നിങ്ങളെയും ഞാൻ രണ്ട് തട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിന്റെ കാരണം കൂടി അന്വേഷിക്കണം. മഹിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. മോളെ, നീ എന്തു മണ്ടത്തരീ കാണിച്ചത്? നിനക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ. ഓ കഷ്ടം. ഏത് മോശ സമയത്താണോ നിനക്ക് മഹിയോട് അങ്ങനെ പറയാൻ തോന്നിയത്? മോശ സമയമല്ല, എന്റെ നല്ല സമയമെന്ന് പറയും. അതുകൊണ്ടാ വീണ് കിട്ടിയ അവസരം ഞാൻ അങ്ങ് മുതലാക്കിയത്. ഓ പൊട്ടത്തരം. അല്ലത് എന്താ പറയാ? മാളു നിന്നെ അമ്മയെ അംഗീകരിച്ചിട്ട് ഈ കല്യാണം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മഹി എല്ലാ കണ്ടീഷനും പിൻവലിച്ച് കല്യാണത്തിന് തയ്യാറായപ്പോ നീ അത് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. ബുദ്ധിമോശമെന്നേ ഞാൻ പറയൂ. എന്നോട് ആലോചിക്കാതെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിന്റെ കല്യാണം വീണ്ടും തൃശങ്കുയിലായില്ലേ? ആകട്ടെ, അതിന് അമ്മ എന്തിനാ ആശങ്കപ്പെടുന്നത്? എനിക്ക് ആശങ്കയല്ലിപ്പോ, അങ്കലാപ്പ. ഈ കല്യാണം നീണ്ടുപോയ ആർക്കാ നഷ്ടം? എനിക്കും നിനക്കും അല്ലേ? അതറിയുന്ന നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? ഞാനൊരു പൊട്ടിയല്ലമ്മേ. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം മഹേട്ടനോട് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. എന്ത് കാരണം? എന്റെ മുമ്പിൽ ആദ്യം 2 ഹിമാലയൻ കണ്ടീഷൻസ് വെച്ച മഹിയേട്ടൻ പെട്ടെന്നത് പിൻവലിച്ചതെന്താ? എന്നോടുള്ള ഇഷ്ടോ സ്നേഹോ കൊണ്ടൊന്നും അല്ല. ദേവേനി ആന്റിക്കും അവരുടെ മക്കൾക്കും വേണ്ടിയിട്ടാ. എന്നെ കല്യാണം കഴിച്ചാലല്ലേ മഹിയേട്ടന്റെ സ്വത്തുക്കൾ എഴുതി അവർക്ക് കൊടുക്കാൻ പറ്റൂ. അത് ശരിയല്ലല്ലോ. മഹിയേട്ടന് എന്നോട് താല്പര്യം ഉണ്ടാവണം. എന്നോട് താല്പര്യം തോന്നിട്ട് എന്നെ കല്യാണം കഴിച്ചാലേ എനിക്ക് മഹിയേട്ടനെ എന്റെ വരുതിയിൽ നിർത്താനാകൂ. അല്ലെങ്കിൽ ദാനം കിട്ടിയ താലിയുടെ പേരിൽ ഞാൻ മഹിയേട്ടനും ദേവി ആന്റി പറയുന്നതും അനുസരിക്കേണ്ടി വരും.
മോളെ അതിന് നീ മാളുവിന്റെ കാര്യം പറഞ്ഞ എന്തിനാ? അമ്പിനും വില്ലിനും എടുക്കാത്ത ആ കുട്ടിപ്പിശാചിനെ മെരുക്കെടുക്കാൻ നിന്നെ കൊണ്ടാവോ? ഞാൻ മാളുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടേ മഹിയേട്ടന് മുമ്പിൽ നല്ലവളായില്ലേ. മഹിയേട്ടനെ ആകർഷിക്കാൻ ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ? കല്യാണം നടക്കാത്തത് കൊണ്ട് നിലവിലുള്ള സ്വത്തുക്കൾ കൈവിട്ട് പോവില്ലല്ലോ. അതൊക്കെ ശരി, ആ കുട്ടിപ്പിശാചിനെ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവൾ എന്നെ അമ്മയായിട്ട് അംഗീകരിക്കണം, ഇല്ലെങ്കിൽ ആ ജന്തുവിനെ ഞാനങ്ങ് തീർക്കും. നിന്റെ ബുദ്ധി ഭയങ്കരം തന്നെ മോളെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു. കൊള്ളാം. ഞാനേ മോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം എടുത്തോണ്ട് വരാം. അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? അതിന് ഈ വിവാഹം നടന്നിട്ട് വേണ്ടേ? എന്റെ മോളുടെ ദേഹത്ത് തൊടാൻ പോലും നിനക്കാവില്ല. ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും മഹേട്ടന് ഇഷ്ടാവും. പണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കറികള് മഹേട്ടന് എന്ത് ഇഷ്ടായിരുന്നു. ഇപ്പോഴും ആ രുചി ഓർമ്മയുണ്ടാവും. ഇന്ന് ഊണ് കഴിക്കുമ്പോ മഹേട്ടന് സന്തോഷാവും. ആ സന്തോഷം എനിക്ക് കാണേണ്ടത്. ഈ പെണ്ണിന് തലയ്ക്കല്ല സുഖമില്ലേ? ഇതൊക്കെ ഉണ്ടാക്കി വയസ്സാന്റെ മുമ്പ് വെച്ചാ സാറ് കഴിക്കാതെ എഴുന്നേറ്റ് പോകും. ഇവളിവിടുത്തെ പാചകപ്പണി ഏറ്റെടുത്തോ? സീമേ, ഇവളെന്താ ചെയ്യുന്നേ? ഇവളിവിടുത്തെ പാചകറാണി ആവാനുള്ള ഭാവമാണോ? മൈസാറിനുള്ള ഭക്ഷണം ഗംഗ ഉണ്ടാക്കുന്നത്. മഹിക്കുള്ള ഭക്ഷണോ? ശ്രേയ ഓഫീസിൽ പോകാൻ റെഡിയാവുക. അവക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം എന്തിയെ? എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. ഇതാ മേഡം. മോളെ, ഗംഗ മഹിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു. അവിടെ സീമയില്ലേ? സീമയുണ്ട്. അവളെ ഒഴിവാക്കിട്ടെ ഗംഗ ഭക്ഷണം തയ്യാറാക്കുക. എന്താണ് അവളുടെ ഉദ്ദേശം എന്നറിയില്ല. ലഞ്ച് കഴിക്കാനായിട്ട് മഹിയേട്ടൻ ഇങ്ങോട്ട് വരാറില്ലല്ലോ. അവള് ഭക്ഷണം ഉണ്ടാക്കിയ അതിവിടെ മറ്റുള്ളവര് കഴിച്ചോളും. മഹി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഗംഗ ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോയാലോ? അങ്ങനെ ഒരു ഉദ്ദേശം അവൾക്കുണ്ടെങ്കിൽ അവളെ ഇന്ന് ഞാൻ അടിച്ചു പുറത്താക്കും. മോളെ, വേണ്ട മോളെ. നീ ഇപ്പൊ അങ്ങോട്ട് പോയി അവളോട് വഴക്കിടണ്ട. മഹി അറിയാനിടയായ അത് നിനക്കാ ദോഷം. ഈ വീട്ടിൽ ഗംഗ വന്ന ശേഷം അവളുടെ ഇടപെടലുകള് എനിക്ക് അംഗീകരിക്കാനാവുന്നില്ല അമ്മേ. ഞാനാര്, അവളാര്? ഞാൻ മഹിയേട്ടന്റെ ഭാവി വധു. അവൾക്ക് ഈ വീട്ടിൽ വേലക്കാരി അവളുള്ള യോഗ്യതയല്ലേ ഉള്ളൂ. എന്നിട്ടും അവൾ എന്തിനാ ഈ വീടിനകത്ത് വിലസുന്നതെന്ന് അറിയണ്ടേ? അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് അതും നടക്കുന്നില്ലല്ലോ. ചാകാൻ പറഞ്ഞു വിടുമ്പോഴും ഒന്നും സംഭവിക്കാതെ തിരികെ വരുന്നു. അതിന് കാരണം എന്താ? എനിക്ക് ചില സംശയങ്ങളുണ്ട് മോളെ. ഗംഗയുടെ കയ്യിലൊരു ചെറിയ ശിവവിഗ്രഹം ഇല്ലേ? ആ വിഗ്രഹത്തിന്റെ ശക്തി കൊണ്ടാ അവള് രക്ഷപ്പെടുന്നേ. ആ ശക്തി അവൾക്കൊപ്പം ഉണ്ടെങ്കിൽ അവളെ നമുക്ക് ആർക്കും അപകടപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ആ ശക്തിയുടെ സഹായം ഗംഗയ്ക്ക് കിട്ടാതാവണം. എന്നാലേ ഗംഗയെ വകവരുത്താൻ നമുക്ക് കഴിയൂ. അല്ലാതെ അവളെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അമ്മ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? ഏതോ ശക്തി അവൾക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തണ്ട. ഗംഗ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും ഓഫീസിൽ പോയിട്ട് വരട്ടെ. ഗംഗയുടെ കയ്യിലുള്ള ആ വിഗ്രഹം തന്നെയാ അവക്ക് രക്ഷ നൽകുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് കൂടെയുള്ളിടത്തോളം കാലം അവളെ ഒന്നും ചെയ്യാനാവില്ല. അത് നഷ്ടപ്പെട്ടാലേ ഗംഗയെ ശരിപ്പെടുത്താനാവൂ.